കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടം ടെലിവിഷൻ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി താനൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി PK നവാസ് ഒഴൂരിൽ നടത്തിയ പ്രഭാത സവാരി വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഒഴൂരിൽ ലഭിച്ച വലിയ സ്വീകാര്യത UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. വലിയ ജനക്കൂട്ടവും UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം പ്രഭാത സവാരിയിൽ അണിനിരന്നു. നാട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചും വോട്ടഭ്യർത്ഥിച്ചുമാണ് PK നവാസ് ഒഴൂരിൽ ആവേശം നിറച്ചത്. PK നവാസ് കോണി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അയക്കണം കേട്ടോ, മറക്കരുതേ. ചെയ്യണം. ഒഴൂരിൽ ലഭിച്ച വലിയ സ്വീകാര്യത UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. വലിയ വിജയപ്രതീക്ഷയിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി താനൂർ നിയമസഭാ മണ്ഡലത്തിലുള്ളത്. നിങ്ങൾക്കറിയാം, ഈ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയിലും ചെന്നാൽ മാറ്റത്തിന് തയ്യാറായിരിക്കുന്നു താനൂർ എന്നതാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ മാറ്റം കൊതിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തോടൊപ്പം ചേർത്ത് വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, ഈ മണ്ഡലത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഗതാഗത കുരുക്ക് കൊണ്ട് വീർപ്പുമുട്ടുന്ന മണ്ഡലമാണ് താനൂർ. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെ പേരിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനതയാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ജനോപകാരപ്രദമല്ലാത്ത കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വികസനത്തിൻ്റെ അടയാളങ്ങളായി ഉയർത്തി കാണിക്കുന്ന നിയോജകമണ്ഡലമാണ്. അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം ജനങ്ങൾക്ക് വലിയ വിയോജിപ്പ് നിലവിലെ ഭരണകൂടത്തോടുണ്ട്. കേരളത്തിലുടനീളം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ താനൂരും ഒരു മാറ്റത്തിന് തയ്യാറാകും എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ 60 വർഷം കൊണ്ടുള്ള മാറ്റം 10 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് 10 വർഷങ്ങൾക്ക് മുമ്പ് UDF സർക്കാർ ഭരിക്കുന്ന കാലത്താണ് ഒരു ഗവൺമെൻറ് കോളേജ് ഈ നിയോജകമണ്ഡലത്തിന് നൽകിയത്. 10 വർഷമായി ആ നൽകിയ ഗവൺമെൻറ് കോളേജിൽ എന്തെങ്കിലും ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനോ മറ്റ് സൗകര്യങ്ങളോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. താൽക്കാലികമായി ഒരു കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തെങ്കിൽ പോലും അത് പൂർണ്ണമായി ഉപകാരപ്രദമല്ലാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. 10 വർഷം കൊണ്ട് ആ ഗവൺമെൻറ് കോളേജിന് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല. കുടിവെള്ള പദ്ധതി 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിക്കപ്പെട്ട പദ്ധതി അവിടെ നിന്ന് ഒരടി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധ്യമായിട്ടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ 10 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ച വികസനം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയ 10 വർഷങ്ങളാണ് കഴിഞ്ഞ 2 ടേമിലായി താനൂർ നിയമസഭാ മണ്ഡലത്തിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനം അത് എല്ലാ കാലത്തും മുന്നിൽ വെച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ഈ 10 വർഷക്കാലം അത് നഷ്ടപ്പെട്ടൊരു കാലഘട്ടമാണ്. വരാൻ പോകുന്ന 5 വർഷക്കാലം UDFൻ്റെ പ്രതിനിധിക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചാൽ ഇതിനെല്ലാം മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അത് ജനങ്ങളിൽ നിന്ന് വളരെ പ്രകടമായി ഞങ്ങൾക്ക് അനുഭവിക്കാനും കഴിയുന്നുണ്ട്. വിചിത്രമായൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. കളക്ടറെ സമീപിക്കാത്തവരാണ് പണം കിട്ടാത്തതെന്ന് വിചിത്രമായൊരു വാദമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഈ ജില്ലയിലെ ജനങ്ങൾക്ക് മാത്രമല്ല, മനസ്സാക്ഷിയുള്ള എല്ലാ മനസ്സുകളും അത് ഈ ദുരന്തത്തിൽ വേദന അനുഭവിച്ച, ഈ ദുരന്തത്തിൽ ചികിത്സ അനുഭവിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളുടെ കൂടെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന് തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ കളക്ട്രേറ്റിൽ പോകാത്തതാണ് പണം കിട്ടാത്തതെന്ന് പറയുന്നത് ഒരു തമാശയായിട്ട് മാത്രമേ കേരളത്തിലെ ജനങ്ങൾ കേൾക്കൂ. വെട്ടം ന്യൂസ് താനൂർ. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല.